അഗെയിൻ ലിയോ മെസ്സി മാജിക്. ഈ ചങ്ങായിനെ കുറിച്ച് നമ്മൾ ഇനി എന്ത് പറയാനാണ്? ഉറക്കത്തിന് വിളിച്ചോളൂ, വൺ ആൻഡ് ഓൺലി ദ ഗോട്ട്. വീണ്ടും ലയണൽ മെസ്സിയുടെ ഷോൾഡറിൽ വിജയത്തിളക്കത്തോടെ നോക്കൌട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അർജന്റീന. കളിയുടെ 8-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി ലഭിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഹാട്രിക് അടിച്ച ലയണൽ മെസ്സിയാണ് ഈ ഒരു കളിയിൽ ആദ്യത്തെ പെനാൽറ്റി എടുക്കാൻ വരുന്നതും. ലിയോ മെസ്സിയുടെ ഒരു വേൾഡ് കപ്പിലെ 4-ാമത്തെ ഗോളാവും അതെന്നും അതൊരു റെക്കോർഡ് ഗോളായിരിക്കുമെന്നും പലരും വിലയിരുത്തിയൊരു നിമിഷം കൂടിയായിരുന്നു അത്. കാരണം ആ ഒരു പെനാൽറ്റി ഗോളാക്കിയാൽ തീർച്ചയായിട്ടും ക്ലോസിന്റെ റെക്കോർഡും മറികടന്നുകൊണ്ട് ഒറ്റയ്ക്ക് വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ എന്ന വമ്പൻ നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ലിയോ മെസ്സിക്ക് പിഴക്കുന്നു. പക്ഷേ പിന്നീട് 30 മിനിറ്റുകൾക്ക് ശേഷം ലയണൽ മെസ്സി പൂണ്ട് വിളയാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മത്സരത്തിന്റെ 38-ാം മിനിറ്റിൽ മെസ്സിയുടെ മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗിലൂടെ അർജന്റീന 1-0 ലീഡ് പിടിക്കുന്നു. ക്ലോസുമില്ല, R9ഉമില്ല, ഇനി ആരും ഒപ്പമില്ല. കാരണം വേൾഡ് കപ്പിലെ ചരിത്രത്തിൽ തന്നെ ടോപ്പ് സ്കോറർ ഇനി ലിയോ മെസ്സി ആണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഗോൾ കൂടിയായിരുന്നു അത്. വേൾഡ് കപ്പിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ. ഫുട്ബോളിൽ തന്നെ ഇങ്ങനെയുടെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്സിൽ ഒന്ന് തന്നെയാണിതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഏറ്റവും വലിയ ടൂർണമെന്റിലെ അൺഡിസ്പ്യൂട്ടഡ് പ്ലെയർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ ദാണ്ടെ ഇതാണ്. അർജന്റീന 1-0 ഒരു മത്സരം വിജയിക്കുകയാണെന്ന് തോന്നിച്ച നിമിഷത്തിൽ, കളിയുടെ ഏറ്റവും അവസാന നിമിഷത്ത് ആദ്യം ഒരു അസിസ്റ്റ് ആക്കാനുള്ള ഒരു കിടിലമ്പോൾ, പക്ഷേ ജൂലിയൻ ആൽവാരസ് അത് ഗോളാക്കി മാറ്റിയില്ല. പിന്നീട് അത് കിട്ടിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന 4 ഡിഫൻഡർമാരെയും ഗോളിയെയും മറികടന്നുകൊണ്ട് ലിയോ മെസ്സി അത് ഗോളാക്കി മാറ്റുന്നു. അർജന്റീനയെ 2-0 മുന്നിലെത്തിച്ചുകൊണ്ട് കളി അവസാനിപ്പിക്കുന്നു. അതൊരു സീൻ ഗോൾ തന്നെയായിരുന്നു. അർജന്റീന ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളാണ് ഇതുവരെ അടിച്ചത്. അത് 5ഉം ലയണൽ മെസ്സിയാണ് അടിച്ചതും. ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് കപ്പ് ഡിഫെൻഡ് ചെയ്യാനുള്ള വരവ് തന്നെയാടാ. ലിയോ മെസ്സി ആണെങ്കിൽ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലും. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.